ഗോയ്സ്, ഇത് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഗൈസ്, നമ്മൾ പോലീസ് ഗൈസ്, ഒമാൻ പോലീസ് പിടിച്ചു. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവർ വിചാരിച്ചു ഞാൻ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിൻ്റെ എല്ലാം ഫോട്ടോ എടുക്കുന്നതാണെന്ന്. അവർക്ക് എന്തോ ഡൗട്ട് തോന്നിയിട്ട് തന്നെ പോക്കിയതാണ്. അതാണ് അവസാന വീഡിയോയിൽ നിങ്ങൾ കണ്ടത്, എന്നെ ആരോ വിളിക്കുന്നത്. അതിൻ്റെ ശേഷം എന്നെ വെറുതെ വിട്ടു. നോക്കുമ്പോൾ എൻ്റെ ഫേസ് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ ഞാനെടുത്ത വീഡിയോക്കകത്ത്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അവരെന്നെ പൊക്കിക്കഴിഞ്ഞ ഫയൽ എന്തെങ്കിലും വരുമോ അറിയത്തില്ലായിരുന്നു. ഹലോ ഗൈസ്, നമ്മളിതാ ഒമാനിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഒമാൻ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മളിതാ നടന്നു പോകുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ റോഡ് കാര്യങ്ങളിലോ. ഓയിൽ ഗൈസ്, ഇതാണ് ഒമാൻ ബോർഡർ കഴിഞ്ഞിട്ട് കുറച്ചകത്തേക്ക് വരുമ്പോൾ വലിയ പ്ലേസാണ്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ നൈറ്റ് എത്തിയത്. അന്നേരം ഇന്നലെ രാത്രി നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ വണ്ടികളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം നോക്കിയാൽ വണ്ടികളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അതാവുന്നു ഒമാനിലേക്ക് പോകുന്ന മെയിൻ റോഡ് കേട്ടോ. അതിൻ്റെ പേരറിയത്തില്ല, ഞാൻ നോക്കിയിട്ടുണ്ട്. ഇവിടെ വലിയ ബിൽഡിംഗ് ഒന്നുമില്ല, ചെറിയ ചെറിയ ബിൽഡിംഗ് മാത്രം. ഇന്നലെ രാത്രി ഇവിടെ വന്നതാണ്, അതുകൊണ്ട് കഴിക്കാനൊന്നും കിട്ടിയിട്ടില്ല. അന്നേരം ഇന്ന് നമ്മൾ എഴുന്നേറ്റപ്പോൾ ഇപ്പോൾ ഒരു 12 മണി അല്ല 1:30 ആയിട്ടുണ്ട്. അന്നേരം ഈ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ കിട്ടുമെന്നൊക്കെ കഴിക്കാൻ വിശക്കുന്നു. ഇതിവിടെ ഇല്ലൊരു ചെറിയൊരു പള്ളിയാണ് കേട്ടോ, ചെറിയ പള്ളി, കുഞ്ഞു പള്ളി. പെട്രോൾ പമ്പിൻ്റെ അടുത്താണ് ഇന്നലെ നമ്മൾ ഇറങ്ങിയത്. ഇവിടെ ഹൈപ്പർ മാർക്കറ്റിലുണ്ടായിരുന്നല്ലേ. ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നലെ വാങ്ങിയത് കേട്ടോ ഫുഡ് ഐറ്റംസ്. നമ്മൾ ഇന്ന് വേറെ കടയിൽ കാണാൻ പോകുന്നത് ഒരു മലയാളീൻ്റെ കടയാണെന്ന് പറഞ്ഞത്. നമുക്ക് പിന്നെ മലയാളീൻ്റെ കടയിൽ നിന്ന് കഴിച്ചാലേ സെറ്റാകത്തുള്ളൂ. അങ്ങോട്ടേക്ക് പോയി നോക്കാൻ തയ്യില്ലെന്ന്. ഇതാണ് ലൊക്കേഷൻ. ഇതാണ് അൽ ഫലാജ്. ഈ പെട്രോൾ പമ്പിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു കട ഉണ്ട്, ഒരു കോഫി ഷോപ്പ്. ആ കോഫി ഷോപ്പിൻ്റെ ബാക്ക് സൈഡിൽ, ഈ പെട്രോൾ പമ്പിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു ഞാൻ പറഞ്ഞ നമസ്ത എന്ന് പറഞ്ഞ ഷോപ്പ്. ആ ഷോപ്പിലാണ് ഞാൻ പറഞ്ഞ മലയാളി ഫുഡെല്ലാം കിട്ടുന്നത്. എന്താ പറയുക, ഈ അൽ ഫലാജ് എന്ന് പറയുന്ന ലൊക്കേഷനിലാണ്. അതല്ല നിങ്ങൾ, ഇതാണ് നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കറക്റ്റ് വ്യൂ. ഇത് ഷാർജ മസ്കറ്റ് ഹൈവേ ആണ് കേട്ടോ, ഷാർജ മസ്കറ്റ്. ഇത് നമ്മളെ റൂമിൻ്റെ ഫ്രണ്ടിലെ വ്യൂ ആണിത്. ഇവിടെ വലിയ ബിൽഡിംഗ് ഒന്നുമില്ല, നമ്മളെ ഷാർജൻ്റെ അത്രയ്ക്ക് വലിയ ബിൽഡിംഗ് ഒന്നുമില്ല, ചെറിയ ബിൽഡിങ്ങുകളാണ് എല്ലാം. എനിക്കൊന്ന് ഇതൊരു ബോർഡർ ഏരിയ ആയതുകൊണ്ടായിരിക്കണം ഇത്രക്കും ഒരു ചെറിയ ബിൽഡിങ് കാര്യങ്ങൾ. ഇവിടുന്ന് 250 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് മസ്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടുത്തെ ഈ ഹൈവേ എല്ലാം നല്ല അടിപൊളി സെറ്റപ്പാണ്. ഇവിടെ മസ്കറ്റിലേക്കുള്ള മെയിൻ ഹൈവേ ആണ് ഈ കാണുന്നത്. പിന്നെ ഈ സൈഡിൽ ഇവിടെയെല്ലാം മലയാളീസാണ് കൂടുതലും, എല്ലായിടത്തും എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും. പക്ഷെ ഇവിടെ ഡ്രൈവിങ് കൂടുതലും ഒമാനികളാണ്. അവർക്ക് മാത്രമേ ഇവിടെ ഡ്രൈവിങ്, അതായത് പ്രൈവറ്റ് വണ്ടി ഒഴിച്ച് പബ്ലിക് വണ്ടികളിലോ ഓടിക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം പേഴ്സണൽ വണ്ടി മാത്രമേ ഇവിടെ ഫോറിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഏരിയയിൽ മൊത്തം അധികവും വിസിറ്റിംഗ് വിസ പുതുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാൻ വരുന്ന ആൾക്കാരാണ് കൂടുതലും. അന്നേരം ഇന്ന് തന്നെ ഞാൻ കണ്ടമാന ആൾക്കാരെ കണ്ടിട്ടുണ്ട്, എല്ലാം മലയാളികൾ. എങ്ങോട്ട് തിരിഞ്ഞാലും മലയാളികളെ മുട്ടിയിട്ട് നടക്കാൻ പറ്റത്തില്ല ഇവിടെ, ആ അവസ്ഥയാണ്. സൈഡിലെല്ലാം ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ബിൽഡിംഗ് എല്ലാം ഉണ്ട്. ഇതൊരു പള്ളിയാണ് കേട്ടോ, ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു കൊച്ചു പള്ളിയാണ്, തീരെ ചെറിയ പള്ളി.
പിന്നെ മെയിനായിട്ട് വിസിറ്റിംഗ് എല്ലാം പുതുക്കാൻ വരുന്ന ഏരിയ ആണ് ഇവിടെ കൂടുതലും. അന്നേരം ബസ് ഈ കാണുന്ന പമ്പുണ്ട് അവിടെ, ആ പമ്പിലാണ് ബസ് നിർത്തുക. അന്നേരം അവിടെ ആൾക്കാർ ഇറങ്ങണം. അന്നേരം ഏജൻറ്റുമാർ വന്നിട്ട് വിളിച്ചിട്ട് അവരെ റൂം കാര്യങ്ങളെല്ലാം എവിടെയാണെന്ന് വെച്ചാൽ അവിടെ സെറ്റ് ചെയ്ത് തരും. ഇതാണ് ഇവിടുത്തെ പള്ളി എന്ന് ഞാൻ പറഞ്ഞത്, കണ്ടോ ഈ പള്ളി. അന്നേരം ഏജൻറ്റുമാർ കൂട്ടി പോയിട്ട് ഹോട്ടൽ കാണിച്ചു തരും. അവിടുന്ന് നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിക്കാം. എന്നിട്ട് നേരെ റൂമിലേക്കാക്കും. ഇവിടെ വരുന്ന ഈ അൽ ഫലാജ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഇവിടെ 1-2 ലൊക്കേഷൻ ഉണ്ട് ഈ വിസിറ്റ് വിസ പുതുക്കാൻ വരുന്നത്. അതിനകത്ത് മെയിൻ പ്ലേസ് ഇത് തന്നെയാണ്. അന്നേരം ഈ പമ്പിൻ്റെ വേക്കിലൊരു നല്ല അടിപൊളി ഒരു സൂപ്പർ മാർക്കറ്റിലുണ്ട്, അങ്ങനെ പറയാം. അല്ല, ഹൈപ്പർ മാർക്കറ്റ്, നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാണ് സൂപ്പർ മാർക്കറ്റ് ഇതല്ലോ. പിന്നെ ഈ പമ്പിൻ്റെ ബേക്കിൽ നല്ല മലയാളി ഹോട്ടലുണ്ട്. അവിടെ തലശ്ശേരി ബിരിയാണി കാര്യങ്ങളെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ ഇവിടുന്ന് ഞാൻ നല്ലൊരു മലയാളി ഹോട്ടൽ കാണിച്ചു തരാം. നമ്മൾ വൈകിട്ട് സമയം അവിടെ നിന്നായിരിക്കും ഫുഡെല്ലാം കഴിക്കുക. പക്ഷെ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഹൈവേ കാണാൻ വേറെ ലെവൽ വൈബ് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ആ ലൈറ്റും വാഹനങ്ങൾ പോകുന്നതെല്ലാം കാണാൻ. പിന്നെ നമ്മളെ ഷാർജനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ബ്ലോക്കൊന്നും ഇല്ല കേട്ടോ. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇന്നലെ നമ്മളിവിടുന്ന് ഫുഡ് കഴിച്ചത് ഇവിടുന്നാണ്, ഈ ലെഫ്റ്റ് സൈഡിലെ ഇവിടെ ഹോട്ടലിൽ നിന്നാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചത് റൈറ്റ് സൈഡിലെ നമസ്ത എന്ന് പറയുന്ന ഹോട്ടലാണ്. അത് സത്യം പറഞ്ഞാൽ മലയാളീസിൻ്റെയാണ് ആ നമസ്ത എന്ന് പറയുന്നത്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലെ ഹോട്ടലിൽ നിന്ന് നമുക്ക് ഇന്നലെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. കാരണം അവിടെ ആ ബണ്ണ്, ബ്രെഡ് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഇതാണ് അൽ ഫലാജ് ഹൈപ്പർ മാർക്കറ്റ്. നമുക്ക് ഉള്ളോട്ട് പോയി നോക്കാം. നമ്മൾ മാളിൽ നിന്ന് തിരിച്ചിറങ്ങി കേട്ടോ. മാളിൽ നമ്മളിന്ന് പുറത്തിറങ്ങി. വേറെ ഒന്നുമല്ല, ഞാൻ അങ്ങോട്ട് കയറാൻ നോക്കുമ്പം അവിടെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം അവിടെ കൊടുക്കണം, ലോക്കറിലേക്ക് കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ പാസ്പോർട്ടെല്ലാം കയ്യിലെടുത്തിട്ടുണ്ട്. കാരണം റൂമിൽ സേഫ്റ്റി ഇല്ല, റൂമിൽ ലോക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാ ആൾക്കാരും വരുന്നില്ല. അന്നേരം ക്യാഷിലുണ്ടായിരുന്നു, അന്നേരം അതും പാസ്പോർട്ടൊന്നും അവിടെ വെച്ചാൽ ശരിയാകത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കയ്യിലെടുത്തു. എന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ അവിടെ വെക്കണ്ടെന്ന് വെച്ചു. അഥവാ എന്തെങ്കിലും സീനായിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോയി ഇവിടെ, ആ അവസ്ഥയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്ത് മാളിൽ കയറിയിട്ടില്ല. മാളിലല്ല, ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ടില്ല. നമ്മൾ തിരിച്ചിറങ്ങിയിട്ടു. ഇവിടുത്തെ പാലങ്ങൾ എന്നെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഹൈറ്റ് കുറവാണ് കേട്ടോ. നമ്മളെ ഷാർജ ദുബായ് പോലെയല്ല. ഇവിടുത്തെ ഡിസൈന് വേറൊരു സെപ്പറേറ്റ് ഒരു ടൈപ്പാണ്. അടിയിൽ ഹോളെല്ലായിട്ട് വരുന്ന. ഞാൻ ഈ ടൈപ്പ് നമ്മുടെ ബ്രിഡ്ജെല്ലാം ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് വന്നിട്ട്. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ എല്ലാം നല്ല ഡിഫറെൻ്റ് ആയിരിക്കും, നമുക്കറിയില്ല. നമുക്ക് ഏതായാലും കുറച്ച് ദൂരം കൂടി നടന്നു നോക്കാം എന്താ അവസ്ഥ. ഇനി തിരിച്ച് റൂമിലേക്ക് എങ്ങനെ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. കാരണം എനിക്ക് വഴിയൊന്നും അറിയത്തില്ല. ഞാനൊരു ആവേശത്തിന് ഇറങ്ങിയതാണ്. അന്നേരം പോകുന്ന അടുത്ത് വരെ പോട്ടെ, നമുക്ക് തിരിച്ചെങ്ങനെയെങ്കിലും റൂമെല്ലാം കണ്ടുപിടിക്കാം. നമുക്ക് നോക്കാം. ഇവിടെ വരുന്നപ്പം കുറച്ച് നല്ല അടിപൊളി നല്ല ബിൽഡിങ്ങെല്ലാം കാണുന്നുണ്ട് കേട്ടോ. അതായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ ഇനി എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഗോയ്സ്, നമ്മൾ നടന്ന് അടുത്ത പെട്രോൾ പമ്പ് എത്തി. ഇനി അങ്ങോട്ട് നടന്നിട്ട് കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഈ മെയിൻ ഹൈവേ റോഡ് വേറെ റൂട്ടിലോട്ടാണ് പോകുന്നത്. ഇത് ചെറിയ റോഡാണ്. അന്നേരം അവിടെ വേറെ ബിൽഡിങ്ങും അങ്ങോട്ട് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് നമുക്ക് തിരിച്ചു പോവാം. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറിയ അതേ ഹോട്ടലിൽ നമസ്തയിൽ നമ്മൾ പിന്നെയും കയറിയാണ്. നമുക്ക് എന്താ ഐറ്റംസ് ഇല്ലെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. മടുത്ത് ഗോയ്സ്, നടന്ന് മടുത്ത്. ഞാൻ വിശന്നിട്ട് അവസാനം ഞാൻ അവിടുന്ന് ദോശയും നല്ല ചെമ്മീൻ ഡ്രൈ ഫ്രൈ അതും കഴിച്ചിട്ട് ഞാൻ ഇതാ റൂമിലേക്ക് പോകുന്നു ഗോയ്സ്. ഇവിടെ നിന്ന് വിളിച്ചില്ല, എന്ത് ചെയ്യാനാ. അയ്യോ, നമുക്ക് ഇനി പിന്നെ കാണാം. ഓക്കെ, ബൈ.